നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗുഡ് അറ്റിനെ പറ്റിയും ഗുഡ് വിത്തിനെ പറ്റിയുമാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഗുഡ് അറ്റിലോട്ട് കിടക്കാം. ഗുഡ് അറ്റ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നല്ല കഴിവുകളുണ്ടെങ്കിൽ അതിനെ എടുത്തു പറയുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗുഡ് അറ്റ് നമ്മൾ സെൻറ്റൻസുകൾ യൂസ് ചെയ്യുന്നത്. മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ ഇന്ന കാര്യത്തിൽ മിടുക്കനാണ് എന്ന് നമ്മൾ പറയാറില്ലേ. അതായത് മിടുക്കനാണ് എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗുഡ് അറ്റ് നമ്മൾ സെൻറ്റൻസുകൾ ചേർക്കുന്നത്. ഗുഡ് എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവാണ്, അറ്റ് എന്ന് പറയുന്നത് ഒരു പ്രിപ്പോസിഷനുമാണ്. ആ ഒരു കോമ്പിനേഷൻ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അഡ്ജക്റ്റീവ് എന്നും പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് പേടിക്കുകയൊന്നും ചെയ്യരുത്. ഞാനത് ഗ്രാമാറ്റിക്കലായിട്ട് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ഗുഡ് അറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് അതിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വളരെ കോമൺ ആണ്, നമ്മൾ കോൺവെർസേഷനിലൊക്കെ സ്ഥിരമായിട്ട് നിങ്ങൾ കേൾക്കാറുള്ളതാണ് ഈ ഒരു എക്സ്പ്രഷൻ. അപ്പോൾ നമുക്ക് ഗുഡ് അറ്റിലോട്ട് കിടക്കാം. ഒന്നാമത്തെ സെൻറ്റൻസിലോട്ട് പോകാം. ഐ ആം ഗുഡ് അറ്റ് ടെന്നീസ്. ഞാൻ ടെന്നീസ് കളിക്കുന്നതിൽ മിടുക്കനാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. അപ്പോൾ ഇതേ സെൻറ്റൻസിൽ തന്നെ ആളുകൾ ഗുഡ് ഇന്നും ചേർത്ത് വെച്ച് സംസാരിക്കാറുണ്ട് നേറ്റീവ് സ്പീക്കേഴ്സ്. പക്ഷേ മോസ്റ്റ് കോമൺ കൂടുതലായിട്ട് ആളുകൾ യൂസ് ചെയ്യുന്നത് ഗുഡ് അറ്റാണ്. നേറ്റീവ് സ്പീക്കേഴ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഗുഡ് അറ്റാണ്. അതായത് ഗുഡ് ഇന്നും ഗുഡ് അറ്റും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് അത് യൂസ് ചെയ്യുന്നതിൽ. പക്ഷേ നേറ്റീവ് സ്പീക്കേഴ്സ് ഗുഡ് ഇന്ന് യൂസ് ചെയ്യേണ്ട ആ സ്ഥാനത്തല്ല ഗുഡ് അറ്റ് ചേർത്ത് വെച്ചാണ് സംസാരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഗുഡ് അറ്റ് ചേർത്ത് വെച്ച് സംസാരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കേൾക്കുവാൻ ചാൻസ് കൂടുതലുള്ളത്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. കോമൺ ആയിട്ട് ഗുഡ് അറ്റാണ് നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഗുഡ് ഇന്ന് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് എന്നൊരു സാഹചര്യം ഞാൻ പറയാം. അതായത് ചില സിറ്റുവേഷനുകളിൽ ഇയാൾ മിടുക്കനാണ്, ഇയാൾ നല്ലതാണ് എന്ന് പറയുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഗുഡ് ഇന്ന് ചേർത്ത് വെച്ച് സംസാരിക്കാറുണ്ട്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. അങ്ങനെയാണ് ഗുഡ് ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കേൾക്കുവാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ ഇതേ സെൻറ്റൻസ് തന്നെ ഗുഡ് ഇന്നും ചേർത്ത് സംസാരിക്കാറുണ്ട്. അപ്പം രണ്ട് സാഹചര്യങ്ങളും ആളുകൾ മാറ്റി മാറ്റി യൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കും കൺഫ്യൂസ് ആയിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ ഗുഡ് ഇന്ന് എടുക്കാഞ്ഞത്. അപ്പോൾ ഗുഡ് അറ്റിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, എങ്ങനെയാണ് ഗുഡ് അറ്റ് യൂസ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ നമുക്ക് ഗുഡ് അറ്റിലോട്ട് പോകാം. അതേപോലെ തന്നെ കുറച്ച് സ്പീഡിലായിരിക്കും ഞാൻ ക്ലാസ് പോകുന്നത്. വളരെ സ്പീഡിലായിരിക്കും ഓരോ സെൻറ്റൻസുകൾ എടുത്തെടുത്ത് പോകുന്നത്. എന്നാൽ മാത്രമേ ഗുഡ് അറ്റ് നമ്മുടെ മനസ്സിലിരിക്കത്തുള്ളൂ, അത് ഓർക്കുക. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സെൻറ്റൻസിലോട്ട് പോവുകയാണ്. ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ്. ഐ ആം ഗുഡ് അറ്റ് ടെന്നീസ്. ഞാൻ ടെന്നീസിൽ മിടുക്കനാണ്, അതായത് ടെന്നീസ് കളിക്കുന്നതിൽ മിടുക്കനാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. അതേ സെൻറ്റൻസ് തന്നെയാണ് താഴെ ഇരിക്കുന്നത്, വേറെ രീതിയിൽ എഴുതിയിരിക്കുകയാണ്. ഐ ആം ഗുഡ് അറ്റ് പ്ലേയിങ് ടെന്നീസ്. ഞാൻ ടെന്നീസ് കളിക്കുന്നതിൽ മിടുക്കനാണ്, മീൻസ് നല്ല കഴിവുണ്ട് എന്നുള്ളൊരു സെൻറ്റൻസാണ്. അപ്പോൾ അവിടെ പ്ലേയിങ് ചേർത്തിരിക്കുകയാണ്. പ്ലേയിങ് എന്ന് പറഞ്ഞൊരു ജെറണ്ടാണ്. ജെറണ്ടെന്ന് ആ വേർഡ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജെറണ്ടെന്ന് പറഞ്ഞത്. ജെറണ്ടിൻ്റെ ക്ലാസ് ഞാൻ എടുക്കുന്നതായിരിക്കും. അതായത് ജെറണ്ടെന്ന് പറഞ്ഞാൽ വെർബ് തന്നെയാണ്. വെർബിൻ്റെ ING ഫോം, പ്ലേയിങ് കണ്ടോ, ING ഫോമാണ്. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അവിടെ വെർബായിട്ടല്ല ആക്ട് ചെയ്യുന്നത്, ആ വെർബ് ഒരു നൗണായിട്ട് ആക്ട് ചെയ്യുകയാണ് ആ സെൻറ്റൻസിൽ. അപ്പോൾ വെർബ് നൗണിൻ്റെ സ്വഭാവം കാണിക്കുകയാണെങ്കിലാണ് അതിന് ജെറണ്ട് എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ജെറണ്ടൊക്കെ പഠിക്കുന്നവർക്ക് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം, എങ്ങനെയാണ് ജെറണ്ടിൻ്റെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഗുഡ് അറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഗുഡ് അറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ആ സെൻറ്റൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഐ ആം ഗുഡ് അറ്റ് പ്ലേയിങ് ടെന്നീസ്. ഞാൻ ടെന്നീസ് കളിക്കുന്നതിൽ മിടുക്കനാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഷീ ഈസ് ഗുഡ് അറ്റ് പ്ലേയിങ് ഗിറ്റാർ. അവൾ ഗിറ്റാർ വായിക്കുന്നതിൽ മിടുക്കിയാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. ആർ യു ഗുഡ് അറ്റ് പ്ലേയിങ് ടെന്നീസ്. നിങ്ങൾ ടെന്നീസ് കളിക്കുന്നതിൽ മിടുക്കനാണോ? യെസ്, ഐ ആം ഗുഡ് അറ്റ് പ്ലേയിങ് ടെന്നീസ്. അതായത് ഞാൻ ടെന്നീസ് കളിക്കുന്നതിൽ മിടുക്കനാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഐ ആം ഗുഡ് അറ്റ് മാത്ത്. ഞാൻ കണക്കിൽ മിടുക്കനാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. ഇതേ സെൻറ്റൻസ് നിങ്ങൾക്ക് ഗുഡ് ഇന്ന് വെച്ചും ചേർത്ത് കേൾക്കുവാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ സ്കൂളിലൊക്കെ ഗുഡ് ഇന്ന് ചേർത്ത് വെച്ചാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത് ഓർത്ത് വെച്ചിരിക്കുക. ഗുഡ് ഇന്ന്, ഐ ആം ഗുഡ് ഇൻ മാത്ത് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത്. പക്ഷേ നേറ്റീവ് സ്പീക്കേഴ്സ് ഗുഡ് അറ്റ് ചേർത്ത് വെച്ചായിരിക്കും സംസാരിക്കുന്നത്. അത് ഓർത്ത് വെച്ചിരിക്കുക. അതാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗുഡ് അറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഐ ആം ഗുഡ് അറ്റ് മാത്ത്. ഞാൻ മാത്തിൽ മിടുക്കനാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഹീ ഈസ് ഗുഡ് അറ്റ് സോൾവിങ് കോംപ്ലക്സ് മാത്ത് പ്രോബ്ലംസ്. അവൻ കോംപ്ലക്സ് ആയിട്ടുള്ള മാത്സ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിൽ മിടുക്കനാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. ഐ ആം ഗുഡ് അറ്റ് സയൻസ്. ഞാൻ സയൻസിൽ മിടുക്കനാണ്. ആർ യു ഗുഡ് അറ്റ് സയൻസ്. നിങ്ങൾ സയൻസിൽ മിടുക്കനാണോ? നെക്സ്റ്റ്, യു ആർ ഗുഡ് അറ്റ് ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷിൽ മിടുക്കനാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, മൈ സിസ്റ്റർ ഈസ് റിയലി ഗുഡ് അറ്റ് കുക്കിംഗ്. എൻ്റെ സിസ്റ്റർ കുക്ക് ചെയ്യുന്നതിൽ വളരെ മിടുക്കിയാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, നിക്ക് ഈസ് പ്രെറ്റി ഗുഡ് അറ്റ് ഫിക്സിങ് കാർ. നിക്ക് കാറ്
നന്നാക്കുന്നതിൽ മിടുക്കനാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. പ്രറ്റി ഗുഡ് എന്ന് പറയുന്നത് വളരെയധികം മിടുക്കനാണെന്നല്ല, ഒരു മീഡിയം ലെവലിൽ മിടുക്കനാണ് എന്നൊരാശയമാണ് പ്രറ്റി ഗുഡിനുള്ളത്. ആ ഒരു ആശയം കൊടുക്കുന്നത് പ്രറ്റി എന്നുള്ളൊരു വേർഡാണ്, അത് ഓർത്ത് വെച്ചിരിക്കുക. പക്ഷേ ആദ്യത്തെ സെൻറ്റൻസിൽ മൈ സിസ്റ്റർ ഈസ് റിയലി ഗുഡ് അറ്റ് കുക്കിംഗ് എന്ന് പറയില്ലേ, അവിടെ വളരെ മിടുക്കിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ആ ഒരു ആശയം കൊടുത്തത് റിയലി എന്ന് പറഞ്ഞ ആ വേർഡാണ്. പ്രറ്റി എന്ന് പറഞ്ഞ വേർഡിന് വളരെ കഴിവുള്ള ആളെന്നല്ല, ഒരു മീഡിയം ലെവലിൽ, മീൻസ് നമ്മൾ മലയാളത്തിൽ പറയുവാണെങ്കിൽ അവന് കുറച്ചൊക്കെ അറിയാം എന്ന് നമ്മൾ പറയത്തില്ലേ, ആ ഒരു ആശയമാണ് പ്രറ്റിക്കുള്ളത്. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, നിക്ക് ഈസ് പ്രിറ്റി ഗുഡ് അറ്റ് ഫിക്സിങ് കാർ. നമ്മൾ പറയുമ്പോൾ നമ്മൾ വളരെ മിടുക്കനാണ്, നല്ല കഴിവുണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ആ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക. നിക്ക് ഈസ് പ്രിറ്റി ഗുഡ് അറ്റ് ഫിക്സിങ് കാർ. നിക്ക് കാർ നന്നാക്കുന്നതിൽ കഴിവുള്ള ഒരാളാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഷീ ഈസ് വെരി ഗുഡ് അറ്റ് ഡീലിംഗ് വിത്ത് പീപ്പിൾ. അവൾ ആളുകളെ ഡീൽ ചെയ്യുന്നതിൽ വളരെ മിടുക്കിയാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഐ തിങ്ക് ഐ ആം പ്രിറ്റി ഗുഡ് അറ്റ് സിംഗിങ്. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് പാട്ടൊക്കെ പാടുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ പാട്ട് പാടാൻ കഴിവുള്ള വ്യക്തിയാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഹീ ഈസ് ഗുഡ് അറ്റ് സിംഗിങ്. അവൻ പാട്ട് പാടുന്നതിൽ മിടുക്കനാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ടോം ഈസ് ഗുഡ് അറ്റ് ഫിഷിംഗ്. ടോം ഫിഷിങ്ങിൽ മിടുക്കനാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. ബിൽ ഈസ് ഗുഡ് അറ്റ് ബാസ്ക്കറ്റ് ബോൾ. ബില്ല് ബാസ്ക്കറ്റ് ബോളിൽ മിടുക്കനാണെന്ന് പറയുന്നതിൻ്റെ ആശയം നമുക്ക് പിടികിട്ടെന്ന് വിചാരിക്കും, നല്ല കഴിവുണ്ട്, അത് നന്നായിട്ട് കളിക്കും എന്നാണ് അതിൻ്റെ ആശയം. നെക്സ്റ്റ്, ബിൽ വാസ് ഗുഡ് അറ്റ് ബാസ്ക്കറ്റ് ബോൾ ബാക്ക് ദെൻ. നേരത്തെ അതായത് ബില്ല് നേരത്തെ നന്നായിട്ട് ബേസ്ബോൾ കളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, അതായത് നേരത്തെ കളിക്കുന്ന വ്യക്തിയായിരുന്നു, നേരത്തെ നല്ല മിടുക്കനായിരുന്നു എന്നുള്ളൊരു സെൻറ്റൻസാണ്. പാസ്റ്റാണ്. ബില്ലി വാസ് ഗുഡ് അറ്റ് ബേസ്ബോൾ ബാക്ക് ദെൻ. നേരത്തെ, അതായത് മുമ്പ് ബില്ലി നല്ല രീതിയിൽ ബാസ്ക്കറ്റ് ബോൾ കളിക്കുമായിരുന്നു എന്നുള്ളൊരു സെൻറ്റൻസാണ്. അപ്പോൾ ഗുഡ് അറ്റിനെ പറ്റി നിങ്ങൾക്കൊരു ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഗുഡ് വിത്തിനെ പറ്റി നോക്കാം. ഗുഡ് വിത്ത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഗുഡ് വിത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന ജോലിയിലെ എന്തെങ്കിലും ഒരു ടൂൾസിൽ നമുക്ക് പ്രത്യേകിച്ച് നല്ല കഴിവുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നതിൽ നല്ലൊരു കഴിവുണ്ടെങ്കിൽ, അതിൽ ഞാൻ മിടുക്കനാണ്, അതിൽ ഞാൻ നല്ല കഴിവുള്ള വ്യക്തിയാണ് എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗുഡ് വിത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് കിടക്കാം. ഒന്നാമത്തത്, ഐ ആം ഗുഡ് വിത്ത് കമ്പ്യൂട്ടേഴ്സ്. ഞാൻ കമ്പ്യൂട്ടറിൽ മിടുക്കനാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. അതായത് എൻ്റെ ഓഫീസിലെ മെയിൻ വർക്ക് എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ വർക്കാണ്. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിൽ എനിക്ക് നല്ലൊരു കഴിവുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണ് ഐ ആം ഗുഡ് വിത്ത് കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടറിൽ, അതായത് കമ്പ്യൂട്ടർ വർക്കിൽ ഞാൻ മിടുക്കനാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഹീ ഈസ് ഗുഡ് വിത്ത് കമ്പ്യൂട്ടേഴ്സ്. അവൻ കമ്പ്യൂട്ടറിൽ മിടുക്കനാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഹീ ഈസ് ആൻ എക്സ്പെർട്ട്. He is computer savvy. He knows everything about computers. He is good with computers. അതായത് ഹീ ഈസ് ഗുഡ് വിത്ത് കമ്പ്യൂട്ടേഴ്സിൻ്റെ ആ ഒരു ആശയം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും സെൻറ്റൻസ് വായിച്ചത്. ഹീ ഈസ് ആൻ എക്സ്പെർട്ട്. അവനൊരു എക്സ്പെർട്ടാണ്. ഹീ ഈസ് കമ്പ്യൂട്ടർ സാവി. അവനൊരു കമ്പ്യൂട്ടർ ജ്ഞാനിയാണ്. സാവി എന്നുള്ള വേർഡിൻ്റെ അർത്ഥം ജ്ഞാനി എന്നാണ്, നല്ല അറിവുള്ള ആളാണെന്നാണ് അതിൻ്റെ അർത്ഥം, ഒരു അഡ്ജക്റ്റീവാണ്. ഹീ ഈസ് കമ്പ്യൂട്ടർ സാവി. അവന് കമ്പ്യൂട്ടറിൽ പരിജ്ഞാനമുള്ള വ്യക്തിയാണ്. ഹീ നോസ് എവറിത്തിങ് അബൌട്ട് കമ്പ്യൂട്ടേഴ്സ്. അവന് കമ്പ്യൂട്ടേഴ്സിനെ പറ്റി എല്ലാം അറിയാം. ഹീ ഈസ് ഗുഡ് വിത്ത് കമ്പ്യൂട്ടേഴ്സ്. അവന് കമ്പ്യൂട്ടറിൽ മിടുക്കനാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഹീ നീഡ്സ് എ കമ്പ്യൂട്ടർ ടു ഡു ഹിസ് ജോബ്. ഹീ ഈസ് ഗുഡ് വിത്ത് കമ്പ്യൂട്ടേഴ്സ്. അവന് ജോലി ചെയ്യാൻ ഒരു കമ്പ്യൂട്ടർ വേണം. ഹീ ഈസ് ഗുഡ് വിത്ത് കമ്പ്യൂട്ടേഴ്സ്. അവന് കമ്പ്യൂട്ടറിൽ മിടുക്കനാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഇനി ഗുഡ് വിത്ത് നമ്മൾ മറ്റൊരു രീതിയിൽ യൂസ് ചെയ്യാറുണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന വർക്കിൽ, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് നല്ല കഴിവുകളുണ്ടെങ്കിൽ, ഇന്ന ഭാഗത്ത് എനിക്ക് നല്ല കഴിവുണ്ട്, അതിൽ ഞാൻ മിടുക്കനാണ് എന്ന് പറയുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഗുഡ് വിത്ത് നമ്മൾ ചേർത്ത് നമ്മൾ സംസാരിക്കാറുണ്ട്. അങ്ങനത്തെ 2-3 എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം. ഹീ ഈസ് എ ഗുഡ് സ്പീക്കർ. അദ്ദേഹം നല്ലൊരു സ്പീക്കറാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. സ്പീക്കർ എന്ന് വെച്ചാൽ പ്രസംഗിക്കുന്നയാൾ. ഹീ ഈസ് എ ഗുഡ് സ്പീക്കർ. അദ്ദേഹം നന്നായിട്ട് പ്രസംഗിക്കുന്ന ഒരാളാണ്. ഹീ ഈസ് ഗുഡ് വിത്ത് വേർഡ്സ്. അതിൻ്റെ ആശയം എന്തെന്ന് വെച്ചാൽ അദ്ദേഹം നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി എന്നാണ്. മീൻസ് നല്ല രീതിയിൽ സ്പീച്ച് ചെയ്യുന്ന ഒരു വ്യക്തി എന്നാണ് അതിൻ്റെ ആശയം. നല്ല രീതിയിൽ വാക്കുകളിലൊക്കെ പരിജ്ഞാനമുള്ള ഒരാളാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഹീ ഈസ് ഗുഡ് വിത്ത് വേർഡ്സ്. അതായത് അദ്ദേഹം നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണെന്നാണ് അതിൻ്റെ അർത്ഥം. നെക്സ്റ്റ്, അതേ സെൻറ്റൻസ് തന്നെയാണ്, അതേ ആശയം തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തെ പറ്റി തന്നെ ഞാൻ പറയുകയാണ്. ഹീ നോസ് ഹൗ ടു കൺവിൻസ് പീപ്പിൾ. അദ്ദേഹത്തിന് ആളുകളെ എങ്ങനെ കൺവിൻസ് ചെയ്യണമെന്നറിയാം. ഹീ ഈസ് ഗുഡ് അറ്റ് കൺവിൻസിങ് പീപ്പിൾ. അവിടെ ഞാൻ ഗുഡ് അറ്റ് ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെ എന്തുകൊണ്ടാണ് ഗുഡ് അറ്റ് യൂസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ പിടികിട്ടും. നെക്സ്റ്റ്, ആർ യു ഗുഡ് വിത്ത് വേർഡ്സ്. നിങ്ങൾക്ക് വാക്കുകളിൽ നല്ല പരിജ്ഞാനമുണ്ടോ, അതായത് നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കുമോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. നെക്സ്റ്റ്,
ഷീ ഡസൻ വേസ്റ്റ് മണി, അവൾ പൈസ വേസ്റ്റ് ആകത്തില്ല. ഷീ ഈസ് ഗുഡ് വിത്ത് മണി, അതായത് അവൾ പൈസ മാനേജ് ചെയ്യുന്നതിൽ, അതായത് മണി മാനേജ് ചെയ്യുന്നതിൽ അവൾ മിടുക്കിയാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഷീ ഈസ് ഗുഡ് വിത്ത് മണി. ആർ യു ഗുഡ് വിത്ത് മണി? ഈസ് ഷീ ഗുഡ് വിത്ത് മണി? യെസ് ഷീ ഈസ് ഗുഡ് വിത്ത് മണി. നോ ഷീ ഈസ് നോട്ട് ഗുഡ് വിത്ത് മണി. ഷീ വേസ്റ്റ് മണി. അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം. ഹീ ഈസ് ആൻ അക്കൗണ്ടൻറ്റ്, അദ്ദേഹം ഒരു അക്കൗണ്ടൻ്റാണ്. ഹീ ഈസ് എ ഗുഡ് അക്കൗണ്ടൻറ്റ്, അദ്ദേഹം നല്ലൊരു അക്കൗണ്ടൻ്റാണ്. ഹീ ക്രഞ്ചസ് നമ്പേഴ്സ് ഓൾ ഡേ ലോങ്, ദിവസം മുഴുവനും അദ്ദേഹം നമ്പറിലാണ്, മീൻസ് നമ്പർ കണക്കും കൂട്ടിയും കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീ ഈസ് ഗുഡ് വിത്ത് നമ്പേഴ്സ്, അതിൻ്റെ ആശയം എന്തെന്ന് വെച്ചാൽ അതായത് അദ്ദേഹം അതായത് കണക്കുകൾ കൂട്ടുന്നതിലും കുറയ്ക്കുന്നതിലും അദ്ദേഹം വളരെ കഴിവുള്ള വ്യക്തിയാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഹീ ഈസ് ഗുഡ് വിത്ത് നമ്പേഴ്സ്. ആർ യു ഗുഡ് വിത്ത് നമ്പേഴ്സ്? ഈസ് ഹീ ഗുഡ് വിത്ത് നമ്പേഴ്സ്? നെക്സ്റ്റ്, ഷീ ഈസ് എ ഗുഡ് ടീച്ചർ, അവൾ നല്ലൊരു ടീച്ചറാണെന്നുള്ളൊരു സെൻറ്റൻസാണ്. ഷീ ഈസ് ഗുഡ് വിത്ത് ചിൽഡ്രൻ, ആശയം എന്തെന്ന് വെച്ചാൽ കുട്ടികളെ അവൾ നല്ല രീതിയിലാണ് പരിപാലിക്കുന്നത്, പഠിപ്പിക്കുന്നത്, നോക്കുന്നത് എന്നൊക്കെയാണ് അതിൻ്റെ ആശയം. ഷീ ഈസ് എ ഗുഡ് ടീച്ചർ, അവളൊരു നല്ല ടീച്ചറാണ്. ഷീ ഈസ് ഗുഡ് വിത്ത് ചിൽഡ്രൻ, അതായത് കുട്ടികളെ പരിപാലിക്കുന്നതിൽ അവൾ മിടുക്കിയാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഈസ് ഷീ ഗുഡ് വിത്ത് ചിൽഡ്രൻ? നെക്സ്റ്റ്, ഷീ ഈസ് എ വെറ്റ് എന്ന് വെച്ചാൽ മൃഗങ്ങളെ പരിപാലിക്കുന്നയാൾ. ഷീ ഈസ് എ വെറ്റ്, ഇവിടെ ഉദ്ദേശിക്കുന്നത് വെറ്റിനറി ഡോക്ടറെയാണ്. ഷീ ഈസ് എ വെറ്റ്. ഷീ വർക്ക് വിത്ത് ആനിമൽസ്, അവൾ ആനിമൽസിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ഷീ ഈസ് എ ഗുഡ് വെറ്റ്, അവളൊരു നല്ലൊരു വെറ്റാണ്. ഷീ ഈസ് ഗുഡ് വിത്ത് ആനിമൽസ്, അതിൻ്റെ ആശയം എന്തെന്ന് വെച്ചാൽ അവൾ ആനിമൽസിനെ നല്ല രീതിയിലാണ് പരിപാലിക്കുന്നത് എന്നാണ് അതിൻ്റെ ആശയം. ഷീ ഈസ് ഗുഡ് വിത്ത് ആനിമൽസ്, അവൾ ആനിമൽസിനെ നല്ല രീതിയിലാണ് പരിപാലിക്കുന്നത്, ആ ഏരിയയിൽ അവൾ മിടുക്കിയാണെന്നാണ് അതിൻ്റെ ആശയം. ഈസ് ഷീ ഗുഡ് വിത്ത് ആനിമൽ? യെസ് ഷീ ഈസ് ഗുഡ് വിത്ത് ആനിമൽസ്. അപ്പോൾ നിങ്ങൾക്ക് ഗുഡ് വിത്തിനെ പറ്റിയും ഗുഡ് അറ്റിനെ പറ്റിയും ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ സെൻറ്റൻസുകളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി, നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും. ഇനി നമുക്ക് ഇന്ന് പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം. ആദ്യം നമ്മൾ പഠിച്ചത് ഗുഡ് അറ്റിനെ പറ്റിയായിരുന്നു. അപ്പോൾ ഗുഡ് അറ്റ് നിങ്ങളിപ്പോൾ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഗുഡിന് നമ്മൾ ഇതേ സിറ്റുവേഷനിൽ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ സ്കൂളിലൊക്കെ നമ്മൾ ഇതേ സിറ്റുവേഷൻ നമ്മൾ ഗുഡ് ഇന്ന് വെച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ വെച്ചിരിക്കുക. ഗുഡ് അറ്റാണ് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്, അത് കരുതുക. നിങ്ങൾ പുറത്തോട്ടൊക്കെ പോയാൽ ഗുഡ് അറ്റായിരിക്കും നിങ്ങൾ കൂടുതലായിട്ട് കേൾക്കുവാൻ ചാൻസ് ഉള്ളത്. ഗുഡ് ഇന്ന് കേൾക്കുന്ന സിറ്റുവേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു. എന്താണ്? ഒരു സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഇദ്ദേഹം അതിൽ മിടുക്കനാണ് എന്നൊക്കെ പറയുവാനായിട്ടാണ് ഗുഡ് ഇൻ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യത്തെ ചൂണ്ടി പറയാനായിട്ട് ഗുഡ് ഇൻ ചേർത്ത് സംസാരിക്കാറുണ്ട്. അതേപോലെ ഇന്ന പൊസിഷനിൽ ഇദ്ദേഹം മിടുക്കനാണെന്ന് പറയുവാനായിട്ട് ഗുഡ് ഇൻ ചേർത്ത് സംസാരിക്കാറുണ്ട്. ഈ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ വെച്ചാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും. ഗുഡ് അറ്റാണ് മോസ്റ്റ് കോമൺ. അപ്പോൾ നമ്മളെപ്പോഴാണ് ഗുഡ് അറ്റ് യൂസ് ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു കാര്യത്തിൽ നല്ല കഴിവുണ്ടെങ്കിൽ അത് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്, അതിൽ മിടുക്കനാണ് എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗുഡ് അറ്റ് യൂസ് ചെയ്തത്. നമ്മൾ ഇന്നെടുത്ത സെൻറ്റൻസ് നോക്കാം. ഐ ആം ഗുഡ് അറ്റ് ടെന്നീസ്. ഐ ആം ഗുഡ് അറ്റ് പ്ലേയിങ് ടെന്നീസ്. ഗുഡ് വിത്ത് നമ്മളെപ്പോഴാണ് യൂസ് ചെയ്തത്? നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നല്ല കഴിവുണ്ടെങ്കിൽ അതിനെ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഭാഗത്ത് ഏതെങ്കിലും ഒരു ടൂൾസിൽ, ഏതെങ്കിലും ഒരു വസ്തുവിൽ, നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും വസ്തുവിൽ നമുക്ക് നല്ല കഴിവുണ്ടെങ്കിൽ അതിലെനിക്ക് നല്ല കഴിവുണ്ട് എന്ന് പറയുവാൻ വേണ്ടി കൂടിയിട്ടാണ് നമ്മൾ ഗുഡ് വിത്ത് ചേർത്ത് നമ്മൾ സംസാരിച്ചത്. നമ്മൾ ഇന്നെടുത്ത സെൻറ്റൻസ് ഒന്നുകൂടെ നോക്കാം. ഐ ആം ഗുഡ് വിത്ത് നമ്പേഴ്സ്. ഞാൻ നമ്പേഴ്സ്, അതായത് കണക്കുകളെ കൂട്ടുന്നതിൽ ഞാൻ മിടുക്കനാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. ഐ ആം ഗുഡ് വിത്ത് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നതിൽ ഞാൻ മിടുക്കനാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. ഐ ആം ഗുഡ് വിത്ത് മണി മാനേജ് ചെയ്യുന്നതിൽ ഞാൻ മിടുക്കനാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. ഷീ ഈസ് എ ഗുഡ് ടീച്ചർ. ഷീ ഈസ് ഗുഡ് വിത്ത് ചിൽഡ്രൻ. അവളൊരു നല്ലൊരു ടീച്ചറാണ്, കുട്ടികളെ പരിപാലിക്കുന്നതിൽ അവൾ മിടുക്കിയാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. ഷീ ഈസ് എ വെറ്റ്. അവളൊരു വെറ്റാണ്. ഷീ ഈസ് ഗുഡ് വിത്ത് ആനിമൽസിനെ പരിപാലിക്കുന്നതിൽ, നോക്കുന്നതിൽ അവൾ ഒരു മിടുക്കിയാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. അപ്പോൾ ഗുഡ് അറ്റിനെ പറ്റി ഗുഡ് വിത്തിനെ പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കോൺവെർസേഷനിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. നേറ്റീവ് സ്പീക്കർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഗുഡ് അറ്റും ഗുഡ് വിത്തും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.